പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 046722022122, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506. പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളി നടന്നു. പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 23 വരെയുള്ള തീയതികളിൽ നടക്കുന്ന പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളി നടന്നു. ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് KV ബാലകൃഷ്ണൻ പണിക്കരും ബാത്തൂർ ഭഗവതി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കരുവള്ളൂർ രാജൻ പണിക്കരും മറത്തുകളിയിൽ പങ്കെടുത്തു. ശരീരത്തിൽ അധിവസിക്കുന്നതായ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ വഴിയാണ് താങ്കളുടെ കാണുക എന്നുള്ള അനുഭവം എനിക്കുണ്ടാകും. അല്ല, എന്റെ ചോദ്യം ഇതാണ്, ഈ ശരീരം നിങ്ങൾ എന്ത് കണ്ടാലും എന്റെ ശരീരത്തെയാണ് കാണുന്നത്. ആ ശരീരം എത്ര തരത്തിലാണ് എന്റെ ചോദ്യം, അത് താങ്കൾക്ക് പറയാം. ശരീരം 3 തരത്തിലാണ്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് കാരണ ശരീരം. ഇത് 3 തരത്തിൽ ഞാൻ പറഞ്ഞു ചേർന്നത് അതിനെന്ത് അഭിപ്രായം അത്രേ പറയും. അപ്പം കാരണ ശരീരം 3 തരത്തിലാണ് പറഞ്ഞത്. ഒന്ന് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ആദ്യം നീ പറയുന്നതിന് മുമ്പ് ശരീരം എന്താന്ന് പറഞ്ഞാൽ അതിന് മൂന്നാം പറയാം. ഞാൻ ഇത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാ ശരീരം. ഞങ്ങൾക്ക് അപ്പോൾ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞ ഭോഗായ ശരീരം എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അതിന് പറഞ്ഞ ശേഷം അത് പറയാൻ പറഞ്ഞു. അല്ല, അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പറഞ്ഞു. ഇവിടെ ദർശനം, നിങ്ങൾ ഞാനാകുന്ന എന്റെ ശരീരത്തിനെ ദർശിക്കുന്നത് ആ സുഖം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ദർശിക്കുമല്ലോ. ആരെ ദർശിച്ചു? ഞാൻ ആരെ ദർശിച്ചല്ലോ? ദർശിച്ചല്ലേ? അത് ഞാൻ എന്താ പറഞ്ഞ ഭവതീയ ദർശനം. ഭവതീയമാരാണ്. ഭവതീയെന്നും ഭവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അതിന്റെ ശരീരം ദർശിച്ചെന്നല്ല എടുക്കേണ്ടത്. ആ ശരീരത്തിന്റെ പദത്തിനനുസരിച്ച്, കാരികന്റെ പദത്തിനനുസരിച്ച് ഞാൻ അർത്ഥം പറയാം. അതിനുശേഷം ശരീരം 3 തരത്തിലുണ്ട്. സൂക്ഷ്മ ശരീരം, കാരണ ശരീരം ഒക്കെ എല്ലാ ഗുണവിശേഷങ്ങളെയും ആത്മാവിലേക്ക് എത്തിക്കുവാനും ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു ഇരിപ്പിടമാണ്. മോഹാസ്പദം സ്ഥൂല ശരീരതേ ബുദ്ധേഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശരീരത്തിന്റെ ആദ്യ ഗോചരങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളാണ്. ഓരോ വിഷയങ്ങളുണ്ടല്ലോ, എന്തൊരു വിഷയങ്ങൾ. ആ വിഷയങ്ങളെയൊക്കെയാണ് ഇതിനെ സഞ്ചരിക്കുവാനുള്ള വഴിയായിട്ട് കാണുന്നത്. ഇങ്ങനെ ആത്മാവും മനസ്സും ഇന്ദ്രിയവും തമ്മിലുള്ള സമാധാനം ചെയ്തത് ഞാനൊരു പദ്യം ചൊല്ലുമ്പോൾ, ഞാൻ അഭിവാദനം ചെയ്യുമ്പോൾ അതിന് വരുന്ന പ്രയോഗത്തിനനുസരിച്ചായിരിക്കണം എന്നെ അഭിവാദനം ചെയ്യേണ്ടത്. അങ്ങനെയാണോ താങ്കൾ ചെയ്തത്? അഭിവാദന പ്രക്രിയ നമ്മുടെ ഇവിടെ സൗഹൃദ ബന്ധം, സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടാവും. നമ്മുടെ ഈ ചേർക്കാനായിട്ട് നിർവഹിക്കുന്ന ഒരു കടമയുണ്ടല്ലോ. ആ കടമ മാത്രമാണ് നിർവഹിച്ചത്. എല്ലാ ഇപ്പം നിങ്ങളെ കണ്ടത് അഞ്ജലി കുട്ടികളെ കൊണ്ട് നമ്മൾ അഭിവാദനം ചെയ്യാം. അത് സുഹൃത്തിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സുഹൃത്തിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സുഹൃത്തിനെ ഹസ്തഭ്യം, കൈകൾ തമ്മിൽ കൂട്ടി യോജിക്കില്ല. അതെന്നാ കാര്യം പറയും. നമ്മളിങ്ങനെ ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച ബാത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളി നടക്കും. 23 ശനിയാഴ്ച പൂരംകുളിയോടെ പൂരോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങും എന്നതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയാൽ പോരാ, പരിശുദ്ധി, വിശ്വാസ്യത എല്ലാം നോക്കണം. അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ. പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ്. കേരള, കൽക്കത്ത, രാജ്കോട്ട്, നാഗാസ്, ടർക്കിഷ്, ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില, വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ പണിക്കൂലി. എല്ലാ ആഭരണങ്ങൾക്കും HUID മുദ്രണം, വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം. പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 046722022122, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506.